ഒരു വീടെന്നത് ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ്. എന്നാൽ കോടികൾ മുടക്കി പണിയുന്ന വീടുകളിൽ താമസമാക്കിയ ശേഷം അകാരണമായ തളർച്ചയോ സാമ്പത്തിക തകർച്ചയോ കുടുംബത്തിൽ അസ്വസ്ഥതകളോ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പൗരാണിക ശാസ്ത്രമായ വാസ്തുവും ആധുനിക ആർക്കിടെക്ചറും ഒരുപോലെ പറയുന്ന ഒരു വീട് വയ്ക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട 4 നിർണായക കാര്യങ്ങളെക്കുറിച്ചാണ് ദ സൈനിലൂടെ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഈ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ ഘട്ടം ഭൂമിയുടെ തെരഞ്ഞെടുപ്പാണ്. വീട് വയ്ക്കാനായി നമ്മൾ വാങ്ങുന്ന പ്ലോട്ടിന്റെ ആകൃതി കൃത്യമായിരിക്കണം. വാസ്തുശാസ്ത്രപ്രകാരം ചതുരാകൃതിയിലുള്ളതോ അഥവാ സ്ക്വയർ, ദീർഘചതുരാകൃതിയിലുള്ളതോ അഥവാ റെക്ടാങ്കിളോ ആയ ഭൂമിയാണ് വീട് പണിയാൻ ഏറ്റവും ഉത്തമം. കോണുകൾ മുറിഞ്ഞുപോയതോ വിചിത്രമായ ആകൃതിയുള്ളതോ ആയ പ്ലോട്ടുകൾ നെഗറ്റീവ് ഊർജമുണ്ടാക്കുമെന്നാണ് ശാസ്ത്രം. കൂടാതെ വടക്ക് കിഴക്ക് ദിശകളിലേക്ക് അല്പം ചരിവുള്ള ഭൂമി ഐശ്വര്യം കൊണ്ടുവരുമെന്നും വിശ്വസിക്കപ്പെടുന്നു. വാസ്തുപ്രകാരം ഒരു വീടിന്റെ ജീവൻ എന്ന് പറയുന്നത് അതിന്റെ പ്രധാന വാതിലാണ്, മെയിൻ എൻട്രൻസ്. പ്രപഞ്ചത്തിലെ പോസിറ്റീവ് ഊർജം വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഈ വാതിലിലൂടെയാണ്. അതുകൊണ്ടുതന്നെ പ്രധാന വാതിൽ എപ്പോഴും വടക്ക്, നോർത്ത്, കിഴക്ക്, ഈസ്റ്റ് അല്ലെങ്കിൽ വടക്ക് കിഴക്ക്, നോർത്ത് ഈസ്റ്റ് ദിശകളിൽ മാത്രമായിരിക്കണം വരുന്നത്. തെക്ക് പടിഞ്ഞാറ്, സൗത്ത് വെസ്റ്റ് ദിശയിൽ പ്രധാന വാതിൽ വരുന്നത് സാമ്പത്തിക നഷ്ടങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ മുൻവാതിൽ എപ്പോഴും വീടിനുള്ളിലെ മറ്റു വാതിലുകളേക്കാൾ വലുതായിരിക്കണം. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് വീടിന്റെ അടുക്കളയുടെ സ്ഥാനമാണ്. വാസ്തുവിൽ അഗ്നിയുടെ പ്രതീകമാണ് അടുക്കള. അതുകൊണ്ടുതന്നെ വീടിന്റെ തെക്കുകിഴക്ക് കോൺ, സൗത്ത് ഈസ്റ്റ് അഥവാ അഗ്നികോണാണ് അടുക്കള പണിയാൻ ഏറ്റവും അനുയോജ്യം. ഇനി അവിടെ സാധിച്ചില്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ്, നോർത്ത് വെസ്റ്റ് ദിശയും തിരഞ്ഞെടുക്കാം. എന്നാൽ യാതൊരു കാരണവശാലും വടക്ക് കിഴക്ക് കോണിൽ അടുക്കള വരാൻ പാടില്ല. ഇത് കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തെയും സമാധാനത്തെയും ദോഷകരമായി ബാധിക്കും. ഒരു ദിവസത്തെ അധ്വാനത്തിന് ശേഷം മനുഷ്യൻ വിശ്രമിക്കുന്ന ഇടമാണ് കിടപ്പുമുറി. വീടിന്റെ ഗൃഹനാഥൻ താമസിക്കേണ്ട മാസ്റ്റർ ബെഡ്റൂം എപ്പോഴും തെക്കു പടിഞ്ഞാറ്, സൗത്ത് വെസ്റ്റ് മൂലയിലായിരിക്കണം. ഇത് കുടുംബത്തിനൊരു സ്ഥിരതയും സ്റ്റെബിലിറ്റി, നേതൃത്വപാഠവും നൽകും. ഉറങ്ങുമ്പോൾ തല തെക്കുഭാഗത്തേക്കോ കിഴക്കുഭാഗത്തേക്കോ വച്ചുറങ്ങുന്നതാണ് ശാസ്ത്രീയമായും വാസ്തുപരമായും ഉത്തമം. വടക്കുഭാഗത്തേക്ക് തലവച്ചുറങ്ങുന്നത് ഭൂമിയുടെ കാന്തിക വലയം കാരണം ഉറക്കക്കുറവിനും മാനസിക സമ്മർദ്ദത്തിനും കാരണമാകും. പഴമക്കാരുടെ ഈ അറിവുകൾ വെറും അന്ധവിശ്വാസമല്ല, കൃത്യമായ കാറ്റും വെളിച്ചവും പ്രകൃതിയുടെ ഊർജവും വീട്ടിൽ നിലനിർത്താനുള്ള ശാസ്ത്രീയ വഴികൾ കൂടിയാണ്. നിങ്ങളുടെ വീട് ഏത് ദിശയിലാണ് അഭിമുഖീകരിക്കുന്നത്? താഴെ കമന്റ് ചെയ്യൂ. വീട് നിർമ്മാണത്തെക്കുറിച്ചുള്ള കൂടുതൽ രഹസ്യങ്ങൾ അറിയാൻ ദ സൈൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.